യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്നതിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ദൈവത്തിന് മുമ്പിൽ കരയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എൻ്റെ കണ്ണുനീര് ദൈവം കാണാറുണ്ടോ? ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വിഷയങ്ങൾക്കെല്ലാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉത്തരം നൽകുകയാണ്. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുന്നു, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടല്ലോ, അത് അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉണ്ട്. നമ്മുടെ കണ്ണീർ കണങ്ങൾ ദൈവമായ കർത്താവ് വിലയുള്ളതായിട്ട് കണ്ട് അതിനെ കുപ്പിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു. തീർന്നില്ല, അത് അവിടുത്തെ പുസ്തകത്തിൽ ഉണ്ട്. 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. കർത്താവിൻ്റെ വചനം അവിടെ ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. മലയിലെ പ്രസംഗത്തിൽ അരുമനാഥനായ യേശു ഇപ്രകാരം അരുളി ചെയ്തു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനം, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊരു വചനമില്ല. സന്തോഷിക്കാൻ പറയുന്നുണ്ട്. ചിരിക്കുന്നത് നല്ല കാര്യവുമാണ്, ഒരു തെറ്റും അതിൻ്റെ അകത്തില്ല. പക്ഷേ വചനം ഇങ്ങനെയാണ്, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. യേശു പല ഭാഗത്തും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, നിങ്ങളുടെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. ഇതെല്ലാം വചനത്തിൽ നമുക്ക് കാണാം. ഇന്ന് ഏതാനും കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചിന്തിക്കുകയാണ്, പഠിക്കുകയാണ്. ഒന്നാമതായി, യേശു ക്രിസ്തു കരഞ്ഞു. യേശു നമുക്ക് എല്ലാത്തിലും മാതൃകയാണ്. നവീകരണ ധ്യാന അനുഭവത്തിൽ വന്നിട്ടുള്ള ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര ദുഃഖം വന്നാലും നിങ്ങൾ കൈയടിച്ചുകൊണ്ടിരിക്കണം, എന്തുമാത്രം സങ്കടം വന്നാലും നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരിക്കലും നിങ്ങൾ കരയാൻ പാടില്ല. കരയുന്നത് ആത്മീയമായ വളർച്ചയില്ലായ്മയെ കാണിക്കുന്നു എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. നമുക്കെല്ലാ കാര്യത്തിലും മാതൃക യേശുവാണ്, അല്ലാതെ പ്രസംഗിക്കുന്നവരല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക യേശുവാണ്. എന്നിൽ നിന്ന് പഠിക്കുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു കരഞ്ഞിട്ടുണ്ടോ? യേശു കരഞ്ഞിട്ടുണ്ട്. തൻ്റെ എത്രയേറെ പ്രസംഗങ്ങൾ കേട്ടിട്ടും താൻ ചെയ്ത വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും തന്നെ ജനങ്ങൾ തള്ളിക്കളയുന്നത് കണ്ടപ്പോൾ യേശുവിന് സങ്കടം വന്നു. തന്നെ തള്ളിക്കളയുന്നതിൻ്റെ സങ്കടമല്ല അത്, രക്ഷയെ തള്ളിക്കളഞ്ഞൊരു സങ്കടമാണ്. അവർക്ക് കിട്ടേണ്ട രക്ഷ അവർക്ക് കിട്ടാതെ പോകുന്നല്ലോ എന്നോർത്ത് കർത്താവിൻ്റെ ഹൃദയം തകരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു തള്ളപ്പെട്ടു പോയതിൻ്റെ വേദനയല്ല, യേശുവിലൂടെ പിതാവായ ദൈവം മനുഷ്യരാശിക്ക് വച്ചു നീട്ടിയ ഏറ്റവും വലിയ സമ്മാനമായ ഇറ്റർണൽ ലൈഫ്, നിത്യജീവൻ, തൻ്റെ ജനം യഹൂദജനം തള്ളിക്കളയുന്നത് കണ്ട് യേശുവിന് സങ്കടം വരികയാണ്. അവിടുന്ന് ജെറൂസലേമിനെ നോക്കി, ജെറൂസലേം എന്ന് പറയുന്ന പുരാതനമായ ആ നഗരം, പ്രശസ്തമായ പട്ടണം, ആ നഗരത്തെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു കണ്ണുനീർ പൊഴിക്കുകയാണ്. ജെറൂസലേം ജെറൂസലേം, തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ നിന്നെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിക്കാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. കർത്താവ് സങ്കടത്തോടെ പറയുന്ന ഒരു വചനം ഇതാണ്. അവിടുന്ന് ജെറൂസലേമിൽ വന്നപ്പോഴെല്ലാം അവിടത്തേക്ക് കിട്ടിയത് എതിർപ്പാണ്. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിസയരും യേശുവിനെ എതിർത്തു ജെറൂസലേമിൽ. എന്നാൽ യേശു ഗലീലയിൽ ചെന്നപ്പോഴോ പാവപ്പെട്ട മനുഷ്യർ യേശുവിൻ്റെ ചുറ്റും ഓടിക്കൂടി. ഗ്രാമങ്ങളിലും സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന സ്ഥലത്തും യേശുവിനെ കാണാൻ, അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് തൊടുവാൻ, അവൻ്റെ വചനം കേൾക്കാൻ
ആളുകൾ കൊതിയോടെ കാത്തിരുന്നു. 3 ദിവസം ആഹാരം പോലും കഴിക്കാതെ കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജെറുസലേമിൽ എന്നും യേശുവിന് എതിർപ്പാണ്. ദൈവത്തെ എതിർത്ത ജനത്തെ നോക്കി യേശു ശപിക്കുകയല്ല, പകരം യേശു കരയുകയാണ്. ജെറുസലേമിനെ, നിന്നെ ഓർത്ത് എനിക്ക് കരയാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകനെ ഓർത്ത് അമ്മ കരയുന്നത് പോലെ, താൻ തോന്നിയായി നടക്കുന്ന ഒരു മകളെ ഓർത്ത് പ്രസവിച്ച അമ്മ നൊന്ത് കരയുന്നത് പോലെ, തൻ്റെ സ്വന്തം ജനം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിത്യരക്ഷയിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. യേശു കരയുകയാണ്. വീണ്ടും യേശു കരഞ്ഞു. എവിടെ? ലാസറിന്റെ കുഴിമാടത്തിൽ. അതിന് തൊട്ട് മുമ്പായി മറിയം കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞു. ലാസർ മരിച്ച് 4-ാമത്തെ ദിവസമാണ് യേശു മറിയത്തെ ആശ്വസിപ്പിക്കാൻ, മാർത്തായെ കാണാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നത്. യേശു വരുന്നത് കേട്ട് 2 സഹോദരിമാരും ഓടി വന്നു. ആദ്യം വന്നത് മാർത്തയാണ്. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതേ, കുറച്ച് കഴിഞ്ഞപ്പോൾ മറിയം വന്നു. അവൾ യേശുവിനെ കണ്ടപാടെ പൊട്ടിപ്പോവുകയാണ്. അടക്കി വച്ചിരുന്ന സങ്കടമെല്ലാം പുറത്തു വരികയാണ്. ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ ദുഃഖമെല്ലാം അകത്തുണ്ടായിരുന്നു. കാരണം കർത്താവ് വന്നിട്ടില്ല. രോഗിയാണെന്ന് അറിയിച്ചിട്ടും കർത്താവ് വന്നിട്ടില്ല. അപ്പോൾ ഒത്തിരിയേറെ സങ്കടമുണ്ട്. മറിയം കരയുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15 നമുക്ക് കാണാം, യേശു കണ്ണുനീർ വാർത്തു. ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമാണിത്. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഇംഗ്ലീഷ് ബൈബിളിൽ 2 വാക്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. യേശു കണ്ണുനീർ വാർത്തു. എന്തിനു വേണ്ടിയിട്ടാണ് യേശു കരഞ്ഞത് പ്രിയപ്പെട്ടവരെ? 2 വ്യാഖ്യാനങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യവർഗം കരയുമ്പോൾ ദൈവവും കരയുന്നു. മനുഷ്യൻ സങ്കടപ്പെടുമ്പോൾ ദൈവവും സങ്കടപ്പെടുന്നു. മനുഷ്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ലാസർ ഉയർപ്പിക്കപ്പെടുമെന്ന് യേശുവിന് അറിയാമായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാണ് യേശു കരഞ്ഞത്? യേശു കരഞ്ഞത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസസ് കണ്ടിട്ടാണ്. പറുദീസയിലായിരുന്ന മനുഷ്യനെ യേശു ഓർത്തു. നിത്യ സൗഭാഗ്യത്തിൽ കഴിയേണ്ട മനുഷ്യനെ ദൈവം ഓർത്തു. മരണം ഒരിക്കലും അനുഭവിക്കാൻ പാടില്ലാതെ നിത്യമായി ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യൻ കൈനീട്ടി വാങ്ങിച്ച മരണവും അതിൻ്റെ പരിണിത ഫലങ്ങളും മനുഷ്യരാശിയെ തകർത്ത് കളഞ്ഞത് യേശു കണ്ടു. അങ്ങനെ മുഴുവൻ മനുഷ്യരാശിയും ഓർത്താണ് യേശു കരഞ്ഞതെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും മറിയം കരഞ്ഞപ്പോൾ യേശു കരഞ്ഞു. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഗത്സമേ തോട്ടത്തിൽ യേശു കരയുന്നുണ്ട്. പിതാവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. രക്തം പുറത്തു വരുന്ന തരത്തിലുള്ള ദുഃഖമാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവും തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ താങ്ങാനാവാതെ ഇതാ രക്തം വിയർപ്പ് കണികൾ പോലെ പുറത്തു വരുമ്പോൾ യേശു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. വീണ്ടും യേശു കരഞ്ഞു. യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്ന് വചനം പറയുന്നു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശു ജീവൻ വെടിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, യേശു കരഞ്ഞു. അതുകൊണ്ട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനം പറയുന്നു, നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ കരച്ചിൽ നമ്മൾ കണ്ടത് ദൈവപുത്രന്റെ കരച്ചിലാണ്. 2-ാമത്തെ കരച്ചിൽ നമ്മൾ കാണുന്നത് പാപിയുടെ കരച്ചിലാണ്. ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ ഒരു പ്രമുഖൻ അവൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കുകയാണ്. യേശു വൈകുന്നേരമായപ്പോൾ വിരുന്നിനെത്തുന്നു. പ്രമുഖരായ VIP-കളെല്ലാം നിരന്നിരിക്കുന്ന വേദിയിലേക്ക് പട്ടണത്തിലെ പരസ്യ പാപിനി, എല്ലാവർക്കും അറിയാം അവൾ പാപത്തിൽ കഴിയുന്നവളാണ്, പരസ്യ പാപിനിയായി ജീവിച്ച ഒരു സ്ത്രീ, ഒരു യുവതി ഓടി വരികയാണ്. അവൾ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് നിന്നു. അതിനുശേഷം അവൻ്റെ പാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ അവൾ കഴുകി. പ്രിയപ്പെട്ട ഒരു വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൾ കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദം കഴുകിയെന്ന്. കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദം കഴുകണമെങ്കിൽ എത്രമാത്രം അവൾ കരഞ്ഞു കാണണം, എന്തുമാത്രം കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് വന്നു കാണും. എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറെങ്കിലും അവൾ ഏറ്റവും കുറഞ്ഞത് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ് തുടർച്ചയായി കരഞ്ഞു. ആ കരച്ചിൽ എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കരച്ചിലാണ്, മാനസാന്തരത്തിൻ്റെ കരച്ചിലാണ്. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടു പോയ ഒരു ആത്മാവ്, ദൈവസ്നേഹത്താൽ തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ
തൻ്റെ കഴിഞ്ഞകാല ജീവിതം ഓർത്ത് ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത്, ഇത്ര നല്ല ഒരു ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് പൊട്ടിക്കരയുന്നതാണ് യഥാർത്ഥ അനുതാപം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പ്രസംഗം അവൾ എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട്. സ്നേഹമാണ് യേശുവെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാപികളെ സ്നേഹിക്കുന്ന ദൈവത്തെ അവൾ യേശു ക്രിസ്തുവിൽ കണ്ടു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന് യേശു പറഞ്ഞു. ഞാനും പിതാവും ഒന്നാണെന്ന് യേശു പറഞ്ഞു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിക്കാത്ത യേശുവിനെ അവൾ കണ്ടു. പാപികളുടെ തോളിൽ കൈയിടുന്ന യേശുവിനെ അവൾ കണ്ടു. ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന യേശുവിനെ അവൾ കണ്ടു. യേശുവിൻ്റെ വചനം അവൾ കേട്ടു. ജീവിതവും കണ്ടു, പ്രവൃത്തിയും കണ്ടു, പ്രസംഗവും കേട്ടു. അവൾക്ക് മനസ്സിലായി, ഇത് സ്നേഹം കണ്ണും കൈയും കാലും മൂക്കും ധരിച്ചു വന്നിരിക്കുകയാണ്. ദൈവം സ്നേഹമാണ്. ഗോഡ്സ് ലവ് ഇസ് പേഴ്സോണിഫൈഡ്, ദാറ്റ് ഇസ് ജീസസ്. യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിയായി വന്നതാണ്. വചനമായ ദൈവത്തിൻ്റെ സ്നേഹം, കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ കേൾക്കാൻ മാത്രം പറ്റുമായിരുന്ന വചനം കാണാൻ പറ്റുന്ന തരത്തിൽ വന്നതാണ് യേശു. ഗോഡ്സ് ലവ് പേഴ്സോണിഫൈഡ് ഇസ് ജീസസ്. യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിച്ചു വന്നതാണ്. അവൾ തിരിച്ചറിഞ്ഞു. അവൾ ഇങ്ങനെ തീരുമാനമെടുക്കണം, എൻ്റെ ദൈവത്തെ ഞാൻ എത്രയോ നാൾ വേദനിപ്പിച്ചു, എന്നിട്ടും ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ, ഈ ദൈവത്തെയാണല്ലോ ഞാൻ വേദനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അവളുടെ ഹൃദയം തകരുകയാണ്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് മനുഷ്യരെ പേടിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒന്നല്ല. പലരും മനുഷ്യരെ പേടിപ്പിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കാറുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം വരച്ച് കാണിക്കുമ്പോൾ പാപിയായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹം ഉണരുകയാണ്, സ്നേഹം നിറയുകയാണ്. വറ്റിപ്പോയ ദൈവത്തോടുള്ള സ്നേഹം ഒരു അരുവിയിൽ നിന്നും വെള്ളം വരുന്നത് പോലെ, കിണറ്റിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം അറിയുമ്പോൾ, അതൊരു വചനപ്രഘോഷണത്തിലൂടെ അറിയുമ്പോൾ സത്യം അവനെ സ്വതന്ത്രനാക്കുന്നു, സത്യം അവളെ സ്വതന്ത്രയാക്കുന്നു. ഈ നല്ല ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നൊരു സങ്കടം വരുന്നു. ഈ ദൈവത്തെ എനിക്ക് വേണമെന്നൊരു ചിന്ത വരുന്നു. ദൈവത്തോട് വലിയൊരു സ്നേഹമുണരുന്നു. അത് പലപ്പോഴും കണ്ണുനീരായി മാറുന്നു, കുത്തിയിരുന്ന് കരയുന്നു. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. നരകത്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷപ്പെടലല്ല മാനസാന്തരം. പകരം സ്നേഹമായ ദൈവത്തെ എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ്. സ്നേഹമായ ദൈവത്തിൽ നിന്ന് ഞാൻ ദൂരെയാണല്ലോ എന്നുള്ള തിരിച്ചറിവാണ്. ഈ ദൈവത്തിൻ്റെ മടിയിലിരിക്കേണ്ട ഞാൻ പന്നിക്കൂട്ടിൽ കിടക്കുന്നല്ലോ എന്നുള്ള തിരിച്ചറിവാണ് മാനസാന്തരം. എൻ്റെ അപ്പൻ്റെ മടിയിലിരിക്കേണ്ട ഞാൻ പന്നിക്കൂട്ടിൻ്റെ മൂലയ്ക്ക് കിടക്കുകയാണല്ലോ എന്നുള്ള ആ തിരിച്ചറിവാണ്. അപ്പൻ്റെ വീട്ടിൽ നല്ല വസ്ത്രം ധരിച്ചിരിക്കേണ്ട ഞാൻ പന്നിയുടെ കാഷ്ടവും ശരീരത്തേറി ദുർഗന്ധം പേറുന്ന വസ്ത്രവുമായിട്ട് കഴിയുന്നെന്നുള്ള തിരിച്ചറിവാണ്. അപ്പൻ്റെ വീട്ടിൽ ഓടിച്ചാടി നടക്കേണ്ട ഞാൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വിദൂരത്താണല്ലോ എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ. 4 നേരം മൃഷ്ടാന്ന ഭോജനം കഴിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാർ പോലും കഴിയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചളുങ്ങിപ്പോയ പാത്രമെടുത്ത് കൈനീട്ടുന്ന എൻ്റെ അവസ്ഥ, അതാണ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടത്. ഞാൻ ദൈവത്തിൽ നിന്ന് ദൂരെയാണെന്നുള്ള തിരിച്ചറിവ്, ദൈവം എന്നെ സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുകയാണെന്നുള്ള തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, അതാണ് ലൂക്ക 7 പാപിനിയുടെ മാനസാന്തരം. അവൾ കർത്താവിനെ ചുംബിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ പാപത്തെ ചുംബിച്ച് നടന്നവൾ, പാപത്തിന് വേണ്ടി ചുംബനത്തെ കൊടുത്തുകൊണ്ടിരുന്നവൾ, പാപസുഖം അനുഭവിക്കാൻ വേണ്ടി ചുംബിച്ചിരുന്നവൾ ഇന്ന് ആരാധനയ്ക്കായിട്ട് ചുണ്ടുകളെ മാറ്റിവെക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ചുംബനമെന്ന് നമുക്കറിയാം. ആ ചുംബനത്തെ ആരാധനയാക്കി മാറ്റിയവൾ. പ്രിയപ്പെട്ടവർ, വെറുതെ അല്ല കർത്താവ് ഒത്തിരി സന്തോഷിച്ചത്. അവിടെ യഥാർത്ഥ ആരാധന നടക്കുകയായിരുന്നു. ചുംബനം ഒരു ആരാധനയായി മാറുന്ന നിമിഷങ്ങളാണ്. യൂദാസ് യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തെങ്കിൽ പാപിനിയായ സ്ത്രീ യേശുവിനെ ചുംബിച്ചുകൊണ്ട് ആരാധിക്കുകയാണ്. പാപിനിയായ സ്ത്രീ യേശുവിനെ ചുംബനം 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 വീണ്ടും വീണ്ടും ചുംബിച്ച് അവൾ യേശുവിനെ ആരാധിച്ചു. എന്നിട്ട് ആ മുടി കൊണ്ട് ആ പാദത്തിലെ കണ്ണുനീർ അവൾ തുടയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അവസാനം യേശു പറയുന്നുണ്ട്, മകളെ സമാധാനത്തോടെ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കരയാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ധ്യാന അവസരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആർക്കും വേണ്ടാത്തവരെന്നും പറഞ്ഞ് കരുതിയിരുന്ന ചില മനുഷ്യരെ ചില നല്ല ആളുകൾ ധ്യാനത്തിന് പിടിച്ചുകൊണ്ട് വരും. വളരെ നിർബന്ധിച്ചായിരിക്കും അവർ കൊണ്ടുവരുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ധ്യാനത്തിന് വഴിനീളെ മദ്യപിച്ച് വഴിയിൽ കണ്ട ബാറുകളിലെല്ലാം ഇറങ്ങി മദ്യപിച്ച് വരുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാൻ ദുർഗന്ധം കാരണം ചിലർ തയ്യാറാകുന്നു പോലുമില്ല. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെക്കാൾ അധികമായി പൊട്ടിക്കരയാനും ദൈവമേ എന്ന് വിളിക്കുവാനും ആ നല്ല ദൈവത്തിൻ്റെ മാറിലോട്ട് ഓടിച്ചെല്ലാനും പാപികളായ മനുഷ്യർക്ക് കഴിയുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സത്യമാണ്.
ഒരിക്കൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ധ്യാനിപ്പിച്ച വർക്കീച്ചൻ പറയുന്നത് ഞാൻ കേട്ടു. വർക്കീച്ചൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പോലും കരഞ്ഞുപോയി. കാരണം യേശുവിൻ്റെ സ്നേഹം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ കുറ്റവാളികൾ പൊട്ടിക്കരയുകയാണ്. അവർ പലരും പറഞ്ഞ, അച്ഛാ, ഞങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സെൻട്രൽ ജയിലിൽ വരികയില്ലായിരുന്നു അച്ഛാ. ഇത്ര നല്ലവനാണ് ദൈവമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വരികയില്ലായിരുന്നു. കാണുക പ്രിയപ്പെട്ടവരെ, പാപിനിയായ സ്ത്രീയുടെ കരച്ചിൽ. മൂന്നാമത്തെ കരച്ചിൽ പിന്മാറ്റക്കാരൻ്റെ കരച്ചിലാണ്. പിന്മാറ്റക്കാരൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത് എന്താണ്? പത്രോസ്ലിഹായുടെ കരച്ചിലാണ്. ഒരിക്കൽ യേശുവിനെ അറിയുകയും, ഒരിക്കൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുകയും, ഒരിക്കൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിക്കുകയും, ഒരിക്കൽ ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയും ചെയ്തതിന് ശേഷം, ദൈവത്തെ നന്നായി രുചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ അനേക നാളുകൾ നടന്നതിന് ശേഷം, ശ്രദ്ധയില്ലായ്മ മൂലമോ അഹങ്കാരം മൂലമോ അലസത മൂലമോ നമ്മൾ ദൈവത്തിൽ നിന്നകന്ന് സാത്താൻ്റെ കെണിയിൽ ചെന്ന് വീഴുന്നതിനെയാണ് പിന്മാറ്റം എന്ന് പറയുന്നത്, ബാക്ക് സ്ലൈഡിങ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിന്മാറിപ്പോയ പത്രോസ്, പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിന്മാറിപ്പോയ പത്രോസ്, യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ അനുഭവങ്ങൾ ധാരാളമായി കിട്ടിയ പത്രോസ്, രൂപാന്തരമലയിൽ മോശയും ഏലിയായും സംസാരിക്കുന്നത് കണ്ട പത്രോസ്, എന്തിന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ട പത്രോസ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് തരുമെന്നുള്ള വചനം കേട്ട പത്രോസ്, കേസറിയ ഫിലിപ്പിയിൽ വെച്ച് 11 അപ്പോസ്തലന്മാരും തോറ്റുപോയപ്പോൾ വിജയാളിയായി തല ഉയർത്തി നിന്ന പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പത്രോസ്, പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് സംസാരിച്ച പത്രോസ്, യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 3 പേരുടെ മുമ്പിൽ ദയനീയമായിട്ട് തോറ്റുപോവുകയാണ്. പക്ഷേ കർത്താവിൻ്റെ നോട്ടം കണ്ടപ്പോൾ പത്രോസിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. പത്രോസ് തകർന്നു പോവുകയാണ്. അത് ഭയന്നിട്ടല്ല. യേശുവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഇതാണ്: പത്രോസേ, നീ ഇത്രയേ ഉള്ളൂ, നീ വെറും പൊടിയാണ്, നീ വെറും മണ്ണാണ്, നീ നിസ്സാരനാണ്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നീ വലിയവനായതുകൊണ്ടല്ല, ദൈവം വലിയവനായതുകൊണ്ടാണ്. പൊടിയായ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ എല്ലാ കുറവുകളും അറിഞ്ഞിട്ടും നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ യാതൊരു യോഗ്യതകളും ക്വാളിറ്റീസ് നോക്കാതെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ജെറമിയ 31:2, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണ്. യെശയ്യാ 49:15, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്നേഹാർദ്രമായ നോട്ടം. പത്രോസിന്റെ ഹൃദയം തകർന്നു പോയി. അവൻ പുറത്തു പോയി ഉള്ളുരുകി കരഞ്ഞു. ഉള്ളുരുകി കരഞ്ഞെന്ന് പറഞ്ഞാൽ നെഞ്ച് പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരുപക്ഷെ ധ്യാനമൊക്കെ കൂടി നല്ല അനുഭവത്തിൽ വന്ന് 1-2 വർഷങ്ങൾ, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ, അല്ലെങ്കിൽ 2-3 മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ പുറകോട്ട് പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പോൾ വലിയ കുറ്റബോധത്തിൻ്റെ അകത്ത് വീണ് പോയിട്ടുണ്ടായിരിക്കാം. ദൈവം എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവം നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. നീ വീണു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു മകനെ, നീ താഴെ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു മകളെ. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണെന്ന് പറഞ്ഞത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തന്നത് നിന്റെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നിന്റെ എല്ലാ ബലഹീനതകളും എനിക്കറിയാം, നിന്റെ എല്ലാ വേദനകളും എനിക്കറിയാം, നിന്റെ എല്ലാ തകർച്ചകളും എനിക്കറിയാം. എന്നിട്ട് തന്നെയാണ് ഞാൻ നിനക്കിതെല്ലാം തന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ നല്ലവനായതുകൊണ്ടല്ല, പകരം ദൈവം സ്നേഹമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം പത്രോസിനെ വലിയ ഒരു ഹൃദയ തകർച്ചയിലേക്കും കണ്ണുനീരിലേക്കും നയിക്കുകയാണ്. തള്ളിപ്പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു വരുന്ന പത്രോസ്. നമ്മളും പുറകോട്ട് പോകുമ്പോൾ യേശു നോക്കുന്നത് സ്നേഹത്തോടെ തന്നെയാണ്. ആ സ്നേഹത്തോടെയുള്ള നോട്ടം ചിലപ്പോൾ ഒരു വചനപ്രഘോഷണമായോ, ഒരു പുസ്തകമായോ, ഒരു ഗാനമായോ ഒക്കെ വരുന്നുവെന്ന് മാത്രം. നമ്മളും തിരിച്ചു വരുമ്പോൾ കർത്താവ് നമ്മളെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പത്രോസ് ഇവിടെ പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാൻ ഓർക്കാറുണ്ട്, ആ കരച്ചിലല്ലേ പത്രോസിനെ സത്യത്തിൽ പിന്നീട് മഹാനാക്കി മാറ്റുന്നത്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇത്രയേറെ കരഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കണം പത്രോസ് മഹാനായിത്തീരുന്നത്. പത്രോസിന് ആർക്കും കിട്ടാത്ത വലിയ അഭിഷേകം കിട്ടുന്നത്. പത്രോസ് വലിയവനായിത്തീരുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കരയാൻ നമ്മൾ പഠിക്കണം.
കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർ പെട്ടെന്ന് കരയുന്നവരാണ്. അവർക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർ കരയും. അവരുടെ കയ്യിലുള്ള അവർ വിലമതിക്കുന്ന ഒരു കളിപ്പാട്ടം, ഒരു ടോയ്, ഒരു ഭക്ഷണ സാധനം, ഒരു ബിസ്ക്കറ്റ്, എന്തെങ്കിലും ഒരു സ്വീറ്റ്, ഒരു മുട്ടായി എന്തെങ്കിലും പോയാൽ, ഒരു ചോക്ലേറ്റ്, അവർ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. നമ്മളാണെ അഭിനയിക്കും, അവർ കരയും. അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെയാകുവിൻ. പ്രിയപ്പെട്ടവരെ, വിലയുള്ള പരിശുദ്ധാത്മ അഭിഷേകം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, ദൈവകൃപ എന്നിൽ നിറഞ്ഞ് പ്രലോഭനത്തെ തോൽപ്പിക്കാൻ പറ്റാതെ ഞാൻ വിഷമിക്കുമ്പോൾ, എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരയാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കിട്ടാതിരിക്കുമ്പോൾ അവർ കരയുന്നുണ്ട്. എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കാതെ വരുമ്പോൾ ഞാൻ കരയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് നിറയപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ കരയുന്നുണ്ടോ? നന്നായിട്ടൊന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു ശിശുവായി മാറിക്കൊണ്ട് എനിക്ക് കരയാനായിട്ട് പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. അടുത്തതായിട്ട് പരിശുദ്ധ മറിയം കരഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ മറിയം, നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് പറയുന്നുണ്ട് ഒരു പ്രവചനം. ആ പ്രവചനം നിറവേറുന്നത് കാൽവരി കുരിശിന്റെ ചുവട്ടിലാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ അവിടെ കരഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള കണ്ണുനീർ വേദനയുണ്ട്. ഒന്ന്, തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സഹിക്കുന്ന വേദനകൾ കണ്ടുകൊണ്ടുള്ള കരച്ചിൽ. രണ്ട്, ലോകം മുഴുവനുമുള്ള ദൈവജനത്തെ ഗർഭം ധരിക്കുന്നതിൻ്റെ വേദന. ഭാവികളായ മനുഷ്യർക്ക് അമ്മയായിത്തീരുന്നതിൻ്റെ നൊമ്പരം. പ്രിയപ്പെട്ടവരെ, ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്, ഒന്ന് തൻ്റെ മകൻ തകർക്കപ്പെട്ട് വേദനയാൽ പിടയുന്നതിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീരാണ്. അവസാനമായിട്ട് പൗലോസ്ലീഹയുടെ കരച്ചിലിനെ കുറിച്ച് കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, വലിയ വിനയത്തോടും കണ്ണുനീരോടും കൂടെ ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തു. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ശുശ്രൂഷകളെല്ലാം കണ്ണുനീരോടുകൂടിയായിരുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, പാപത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ശുശ്രൂഷകനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. ഒരു ഇടവക വികാരി തൻ്റെ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി ആരും കാണാതെ നിലവിളിക്കുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തത് കുറച്ച് പോയിന്റുകൾ പറഞ്ഞുകൊണ്ടല്ല, കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് 10 പോയിന്റ് നല്ല രീതിയിൽ പറഞ്ഞ് പ്രസംഗിക്കുകയല്ല ചെയ്തത്. ഞാൻ നിങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ സുവിശേഷ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇവിടെ നിന്നും 10 കാര്യങ്ങൾ എഴുതിക്കൊണ്ടൊന്ന് പ്രസംഗിക്കുകയല്ല. പകരം നിങ്ങൾ ആരും കാണാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20:19, വലിയ കണ്ണുനീരോടുകൂടിയാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. രാത്രിയുടെ ആരംഭത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പാപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. മദ്യപാനത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. നിരീശ്വരവാദത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് പൗലോസ്. പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിച്ച ഒരു മനുഷ്യൻ. വിശുദ്ധ അമ്മ തെരേസ്യ പറയുന്നുണ്ട്, എനിക്ക് ആത്മാക്കളെ തരിക, എനിക്കുള്ളതെല്ലാം എടുത്തുകൊള്ളുക. ഭാരതത്തിൻ്റെ 2-ാം അപ്പോസ്തലൻ ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞു, എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയുള്ളതെല്ലാം എടുത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പോലും നമ്മുടെ ഇടവകയെ നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ ഇടവകളിൽ പാപത്തിൽ കഴിയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരുടെ കാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ നമ്മൾ പുരോഹിതരാണ്. വെറും പുരോഹിതരല്ല, രാജകീയ പുരോഹിതരാണ്. എന്ന് പറഞ്ഞാൽ പാലം പണിയേണ്ടവരാണ്. നമ്മുടെ ഇടവകയിൽ പാപത്തിൽ കഴിയുന്നവരെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടും നിലവിളിയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ ഞാനും നിങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനം, നമ്മുടെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, കൃത്യസമയത്ത് അത് ഉത്തരമായി കൃപയായി കടന്നു വരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, കരയുന്നവർ അനുഗ്രഹീതരാണെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരെല്ലാം സന്തോഷമായി മാറുമെന്നറിയാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യുമെന്ന് അവിടുത്തെ വചനം പറയുന്നു. യേശുവേ, ഞങ്ങളുടെ കണ്ണുനീർ അവിടെ നിന്ന് ശേഖരിക്കുന്നതിന് നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.